പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച തിരിച്ചടിക്കാത്ത രാജ്യം എന്ന വിഷയത്തെപ്പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പോരാടാൻ വിസമ്മതിച്ച രാജാവ് നമ്മുടെ യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റേതല്ല. എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ എൻ്റെ ഭൃത്യന്മാർ പോരാടുമായിരുന്നു. യോഹന്നാൻ 18:36. അവിടുത്തെ രാജ്യം ഭൗതികമായിരുന്നുവെങ്കിൽ അവിടെ സൈന്യങ്ങൾ ഉണ്ടാകുമായിരുന്നു, അവിടെ വാളുകൾ ഉണ്ടാകുമായിരുന്നു, അവിടെ പ്രതിരോധം ഉണ്ടാകുമായിരുന്നു. എന്നാൽ അവിടെ മൗനമായിരുന്നു, അവിടെ വിധേയത്വമായിരുന്നു, അവിടെ ത്യാഗമായിരുന്നു. ഇതാണ് ദുഃഖവെള്ളിയാഴ്ചയുടെ മർമ്മം. പോരാടാൻ അധികാരമുണ്ടായിരുന്നിട്ടും അതിന് തുനിയാത്ത ഒരു രാജാവ്. 3 കുരിശുകൾ, 3 ജീവിത രീതികൾ, 2 കള്ളന്മാർ, നടുവിൽ യേശുവും. ആ കള്ളന്മാർ ഈ ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. തിന്നുക, കുടിക്കുക, അതിജീവിക്കുക, മരിക്കുക. ഉയർന്ന ലക്ഷ്യങ്ങളില്ല, നിത്യമായ കാഴ്ചപ്പാടുകളില്ല. എന്നാൽ നടുവിലുള്ള ആൾ, അവൻ ആരായിരുന്നു? താൻ എവിടെ നിന്ന് വന്നുവെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. താൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. ആദിയും അന്തവും അവിടത്തേക്ക് അറിയാമായിരുന്നു. ആ കുന്നിൻ മുകളിൽ വ്യക്തമായ ലക്ഷ്യബോധവും നിയോഗവുമുള്ള ഏക വ്യക്തി അവിടുന്ന് മാത്രമായിരുന്നു. ജനങ്ങൾ എവിടെയായിരുന്നു? ദുഃഖവെള്ളിയാഴ്ചയുടെ വേദനിപ്പിക്കുന്ന നിശബ്ദതയാണിത്. സൗഖ്യം ലഭിച്ചവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ച വൻ പുരുഷാരം അവിടെ ഉണ്ടായിരുന്നില്ല. ഉയർത്തെഴുന്നേറ്റവർ അവിടെ ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ ഒളിവിൽ പോയി. ആൾക്കൂട്ടമില്ല, പിന്തുണയ്ക്കുന്നവരില്ല, സംരക്ഷിക്കാൻ ആരുമില്ല, കരയാൻ പോലും ആരുമില്ല. കൂലിക്കെടുത്ത വിലാപക്കാർ പോലും അന്ന് അദൃശ്യരായിരുന്നു. ഇത് നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് വിശ്വാസം കൊണ്ടാണോ അതോ സൗകര്യം കൊണ്ടാണോ? അന്നും ഇന്നും. അന്ന് സൗകര്യപൂർവ്വം അവർ അവിടുത്തെ തനിച്ചാക്കി. എളുപ്പമായിരുന്നപ്പോൾ അവർ അനുഗമിച്ചു. നേട്ടങ്ങളുണ്ടായിരുന്നപ്പോൾ അവർ കൂടെ നിന്നു. എന്നാൽ വില കൊടുക്കേണ്ടി വന്നപ്പോൾ അവർ അപ്രത്യക്ഷരായി. ഇന്നോ നീതിയുടെ കാര്യത്തിൽ, ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ, നിത്യതയുടെ കാര്യത്തിൽ നാം ഉറച്ചു നിൽക്കുകയാണോ അതോ പിന്നോട്ട് മാറുന്നുവോ? നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യം പലപ്പോഴും ഒഴിവാക്കപ്പെടുന്നു. വിശ്വാസം രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നു. ബോധ്യങ്ങൾ പണയം വയ്ക്കപ്പെടുന്നു. അങ്ങനെ പതുക്കെ നിശബ്ദമായി നാമും അവിടുത്തെ തനിച്ചാക്കുന്നു. എന്നാൽ സമയം കടന്നു പോവുകയാണ്. നമ്മുടെ അന്ത്യവിധി അടുത്തു വരുന്നു. ചോദ്യം ഇതാണ്: അന്ന് ദുഃഖവെള്ളിയാഴ്ചയിൽ അവർ എവിടെയായിരുന്നു എന്നല്ല, ഇന്ന് നാം എവിടെയാണ് എന്നതാണ്. മാനുഷിക ധൈര്യത്തിൻ്റെ പരാജയം. നാം പലതരം ധൈര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഫിനെഹാസ് തീഷ്ണതയോടെ പ്രവർത്തിച്ചു. പത്രോസ് ചെവി വെട്ടിമാറ്റി. അബ്രഹാം രാജാക്കന്മാരോട് പൊരുതി. ദാവീദ് രാക്ഷസനെ നേരിട്ടു. എന്നാൽ ഇവിടെ ആരും അവിടുത്തെ കൂടെ നിന്നില്ല. പത്രോസ് തള്ളിപ്പറഞ്ഞു. മറ്റുള്ളവർ ഓടിപ്പോയി. സാഹചര്യങ്ങൾ അനുകൂലമല്ലാതാകുമ്പോൾ മാനുഷികമായ ധൈര്യം പരാജയപ്പെടുന്നു. ഇത് ഇങ്ങനെ സംഭവിക്കാവൂ. എല്ലാം എഴുതപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. അവിടുന്ന് ദുർബലനായതുകൊണ്ടല്ല, മറിച്ച് അവിടുന്ന് അനുസരണയുള്ളവനായിരുന്നു. കുരിശ് ഒരു അപകടമായിരുന്നില്ല, അതൊരു ദൈവിക നിയോഗമായിരുന്നു. ഏറ്റവും ഏകാന്തമായ പോരാട്ടം. അവിടുന്ന് ഏകനായി നിന്നു, അർത്ഥനഗ്നനായി, വേദനയിൽ പുളഞ്ഞ്, മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട് ദൈവേഷ്ടം നിറവേറ്റുകയായിരുന്നു. ഇത് വെറുമൊരു കഷ്ടാനുഭവമായിരുന്നില്ല, ഇത് പ്രായോഗികമായ വീണ്ടെടുപ്പായിരുന്നു. കുരിശിൻ്റെ സാക്ഷ്യം.
പിതാവിൻ്റെ സാക്ഷ്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. പിതാവിൻ്റെ സ്നേഹം കുരിശിൽ വെളിപ്പെട്ടു. പുത്രൻ്റെ സാക്ഷ്യം. എല്ലാം പൂർത്തിയായി. യോഹന്നാൻ 19:30. നമ്മുടെ സാക്ഷ്യം എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചതുകൊണ്ടല്ല, എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയതുകൊണ്ടല്ല, മറിച്ച് എനിക്ക് വേണ്ടി അവിടുന്ന് മരിച്ചതുകൊണ്ട്. ഞാൻ അങ്ങയെ സ്നേഹിക്കും, ഞാൻ അങ്ങയെ ആരാധിക്കും എന്നും എന്നേക്കും. ശൂന്യമായ വിശ്വാസത്തിൻ്റെ അപകടം. ഈ ജനം വായകൊണ്ട് എന്നോട് അടുത്ത് വരുന്നു, അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരത്തിരിക്കുന്നു. യെശയ്യാവ് 29:13. ഇന്നും നാം വിശ്വാസം സംസാരിക്കുന്നു, മതം പ്രദർശിപ്പിക്കുന്നു, പക്ഷേ ഹൃദയം ദൂരേക്ക് പോകുന്നു. ദുഃഖവെള്ളിയാഴ്ച നമ്മെ വിളിക്കുന്നത് മതത്തിലേക്കല്ല, മറിച്ച് യഥാർത്ഥമായ ബന്ധത്തിലേക്കാണ്. വിട്ടുവീഴ്ചയില്ലാത്ത വിശ്വാസം. ദാനിയേലിനെയും സുഹൃത്തുക്കളെയും ഓർക്കുക. അന്യദേശത്ത് സമ്മർദ്ദങ്ങൾക്കിടയിൽ അവർ വിട്ടുവീഴ്ച ചെയ്യാൻ വിസമ്മതിച്ചു. തീച്ചുളയിൽ പോലും അവർ ഉറച്ചു നിന്നു. അവരുടെ വിശ്വാസം തർക്കിക്കാനോ നിബന്ധനകൾ വയ്ക്കാനോ ഉള്ളതായിരുന്നില്ല. ദൈവം ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ കുമ്പിടില്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. നമ്മുടെ മുന്നിലുള്ള തിരഞ്ഞെടുപ്പ്. ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുക്കുവീൻ. യോശുവ 24:15. ഓരോ ദിവസവും നമ്മുടെ അന്തിമ തീരുമാനത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. ഒരു ഉണർവിൻ്റെ വിളി. ഇന്നലെ ജീവിച്ചിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. നമുക്ക് ഒരു ദിവസം കൂടി ലഭിച്ചിരിക്കുന്നു. അത് പാഴാക്കാനല്ല, അവിടുത്തെ അന്വേഷിക്കാനാണ്. അവിടുന്നാണ് വഴിയും സത്യവും ജീവനും. കുരിശ് ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം. ലോകത്തിന് കഷ്ടപ്പാട്, അപമാനം, പരാജയം. നമുക്ക് മഹത്വം, വിജയം, സ്വാതന്ത്ര്യം, സമാധാനം. കുരിശ് ഒരവസാനമല്ല, അതൊരു തുടക്കമാണ്. നമ്മുടെ പ്രതികരണം എന്താണ്? മീഖ 6:8. നീതി പ്രവർത്തിക്കുക, കരുണ സ്നേഹിക്കുക, ദൈവത്തോടുകൂടെ വിനയമായി നടക്കുക. വെളിപാട് 12:11 നാം ജയിക്കുന്നത് എങ്ങനെയാണ്? കുഞ്ഞാടിൻ്റെ രക്തത്താലും നമ്മുടെ സാക്ഷ്യവചനത്താലും ആണ്. നമുക്കുള്ള അന്ത്യ ആഹ്വാനം എന്താണ്? ലോകത്തെ സ്നേഹിക്കരുത്. 1 യോഹന്നാൻ 2:15-17 ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവഹിതം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. ഇന്ന് നമ്മുടെ പ്രഖ്യാപനം എന്താണ്? നമുക്ക് പറയാം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് നമ്മൾ അറിഞ്ഞ സത്യങ്ങൾ എന്തൊക്കെയാണ്? നാം രക്ഷിക്കപ്പെടേണ്ടതിന് അവിടുന്ന് തിരിച്ചടിച്ചില്ല. നാം ഒരിക്കലും ഒറ്റപ്പെടാതിരിക്കുവാൻ അവിടുന്ന് ഏകനായി നിന്നു. നമുക്ക് നിത്യത ലഭിക്കാൻ അവിടുന്ന് എല്ലാം നൽകി. ആ രാജ്യം പോരാടിയില്ല, പക്ഷെ അത് ലോകത്തെ കീഴടക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ കുരിശിനായി നന്ദി. അങ്ങയുടെ വലിയ സ്നേഹത്തിനായി നന്ദി. കർത്താവായ യേശുവേ, അവിടുന്ന് തിരിച്ചടിച്ചില്ല. എനിക്ക് വേണ്ടി അവിടുന്ന് സ്വയം സമർപ്പിച്ചു. ലോകത്തെ അനുഗമിച്ച നിമിഷങ്ങൾക്കും ദൂരെ മാറി നിന്ന നിമിഷങ്ങൾക്കും എന്നോട് ക്ഷമിക്കണമേ. എന്നെ അങ്ങയോട് അടുപ്പിക്കണമേ. എനിക്ക് യഥാർത്ഥ വിശ്വാസവും വിശ്വസ്തതയുള്ള ഹൃദയവും നൽകണമേ. അങ്ങയെ തള്ളിപ്പറയാത്ത ഒരു ജീവിതം എനിക്ക് നൽകണമേ. അങ്ങയുടെ വഴിയിൽ നടക്കുവാനും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയ്ക്കായി ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ. ഇന്നു മുതൽ ഞാൻ അങ്ങയെ തിരഞ്ഞെടുക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.